ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിലെ സുധീഷിനെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് കേട്ടോ അരുണും രാജീവനും. അതായത് അവരുടെ ബിസിനസ് ഡീലിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്വർണ്ണവും അതുപോലെ തന്നെ കുറച്ച് ക്യാഷും ഒരാളെ ഏൽപ്പിക്കാനുണ്ടായിരുന്നു. പക്ഷെ അരുണിന് പോകാൻ പറ്റിയില്ല. അവന്റെ കാലിന് എന്തോ ലോഡ് വീണിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അരുണിനെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇവരാരും സമ്മതിക്കുന്നില്ല കേട്ടോ. ഒടുവിൽ രാജീവ് പോകാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹേമ തടയുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ളതല്ലേ, അതുകൊണ്ട് നിങ്ങളും പോകണ്ട. ഒടുവിലാണ് അവർ സുധീഷിനോട് പറയുന്നത്. ശരിക്കും പറഞ്ഞതൊരു ട്രാപ്പാണ്. സുധീഷിന് അത് മനസ്സിലായിട്ടുണ്ട്. അവന് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, എതിർക്കാൻ പറ്റുന്നില്ല. കാരണം നിധി എന്ത് വിചാരിക്കും. അതുകൊണ്ട് അവനാകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവനും ഉറപ്പുണ്ട് ഇത് അവനെ കൊടുക്കാനുള്ള എന്തോ ഒരു പണി ഇവർ ഒപ്പിച്ചതാണെന്ന്. രാജീവും അരുണാണെങ്കിൽ ഒടുക്കത്തെ അഭിനയം. അത് കാണുമ്പോൾ നിധി വിചാരിക്കുന്നത് അത് സത്യമാണെന്നാണ്. അങ്ങനെ നിധി സുധീഷിനോട് ലാസ്റ്റ് പറയുന്നുണ്ട്, സുധീഷ് നിനക്ക് പോകാൻ പറ്റില്ല, ഒന്ന് പോ. കാരണം അച്ഛൻ ഇങ്ങനെയൊന്നും ആരോട് സംസാരിക്കാത്തതാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ, പോയിട്ട് വന്നൊക്കെ പറയാൻ കേട്ടോ. ഒടുവിൽ അവൻ പോകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ രാജീവ് സ്വർണ്ണക്കട്ടകളും ക്യാഷൊക്കെ ഒരു ബാഗിലാക്കി കൊടുക്കുമ്പോൾ നിധി ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതാണോ അച്ഛാ കൊണ്ടു കൊടുക്കേണ്ടത്? അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതേ മോളെ, അതല്ലേ ബാക്കിയുള്ളവർക്ക് ഏൽപ്പിക്കാൻ പേടി. സുധീഷ് ആകുമ്പോൾ നമ്മുടെ സ്വന്തം ആളല്ലേ, നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാമല്ലോ, ഇതാണ് കൊണ്ടു കൊടുക്കേണ്ടത്. അപ്പം നിധിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശത്രുക്കൾ വരാൻ ചാൻസ് ഉണ്ട്, സുധീഷിന് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ അവൾക്ക് പേടിയുണ്ട്. ആ ഒരു ബാഗ് കാണുമ്പോൾ അവനും ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണവും പണവും ഒക്കെ താൻ എങ്ങനെ അവിടെ എത്തിക്കും, എന്തെങ്കിലും ചതി ഉണ്ടോ എന്നൊക്കെയാണ് അവനെ ആലോചിക്കുന്നത്. അങ്ങനെ അവൻ കയ്യിൽ നിന്ന് ബാഗ് മേടിക്കുന്നുണ്ട്. ആ സമയത്ത് അവനാകെ ടെൻഷനായിട്ട് വയർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്തൊരു ടെൻഷൻ, ഇതുവരെ കാണാത്തൊരു ഭാവം. അപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അത് കാണുമ്പോൾ എല്ലാവരും ഉള്ളാലെ ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവൻ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് നിധി കൂടെ പോകുന്നുണ്ട്. അവൻ കാറിൽ കയറുന്ന സമയത്ത് അവൾ പോയിട്ട് അവനോട് പറയുന്നുണ്ട്, എവിടെയും നിർത്തണ്ട കേട്ടോ, നേരെ പോയാൽ മതി, പിന്നെ ടെൻഷനൊന്നും വേണ്ടാന്നൊക്കെ. രാജീവാണെങ്കിൽ സുധീഷിന് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പോലീസ് ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, പേടിക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി എന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നിധിക്ക് വേണ്ടി മാത്രം അവൻ പോകാൻ തയ്യാറെടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ഏട്ടൻ്റെ വർക്ക് സൈറ്റ് ആണ് കേട്ടോ. ഉച്ച നേരമായപ്പോൾ സുഭാഷ് എല്ലാവരോടും വർക്ക് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും അവൻ പറയുന്നുണ്ട്, എല്ലാവരും മതി, നിർത്തിക്കോ, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് അവന് ഇരിക്കുന്ന സമയത്ത് ചാന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവന് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അവളെ. അപ്പോൾ അവളുടെ ആങ്ങളെ ഉണ്ടല്ലോ, ആ ഹിന്ദിക്കാരൻ, അപ്പോൾ അയാൾ സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, അവൾ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാണ് അവൾ എത്ര ബുദ്ധിമുട്ടിക്കുന്നത്, എത്ര ദൂരം നടന്നു വരണം, അതും ഈ പൊള്ളുന്ന വെയിലിൽ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ എന്തിനെത്ര കഷ്ടപ്പെട്ട് വരുന്നത്, എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് വരായിരുന്നല്ലോ ഈ ഫുഡ് എടുക്കാൻ. അപ്പോൾ അവൾ ഹിന്ദിയിൽ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കല്ലോ എന്നൊക്കെ അവൾ അങ്ങനെ ഹിന്ദിയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവളെ എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട്, കൂടെ സുഭാഷിന് വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷിന് അവൾ ആ പ്ലേറ്റ് കൊടുക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ മോളെ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ, അയ്യോ അത് കുഴപ്പമില്ല, നിങ്ങളിത് കഴിക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്നൊരു പണി ചെയ്യാം, ഞാൻ കൊണ്ടുവന്ന പൊതിച്ചോറ് നീ കഴിക്കുക, എന്നിട്ട് ഇത് ഞാൻ കഴിക്കാം. അങ്ങനെ അവരത് കൈമാറ്റം ചെയ്യാൻ കേട്ടോ. അങ്ങനെ സുഭാഷിന് അവളുണ്ടാക്കി കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് അവൻ കൊണ്ടുവന്ന കറിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ വഴുതനക്കറി എന്ന് പറയുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബ്രിഞ്ചോൾ ബ്രിഞ്ചോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. അങ്ങനെ അവർ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞും ചിരിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഫ്രീ ആയിട്ടും എൻജോയ് ചെയ്തിട്ടും കൂടെയാണ് സുഭാഷ് അവളോട് സംസാരിക്കുന്നത്. ആ കുട്ടി അങ്ങനെ തന്നെ സുഭാഷിൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് അവൾ സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നീതുവിനെയാണ് കേട്ടോ. അവൾ ഫോൺ എടുത്ത് ഹരീഷിനെ വിളിക്കുകയാണ്. അങ്ങനെ ഹരീഷ് ഫോൺ നോക്കുമ്പോൾ നീതു എന്നുള്ള പേര് കാണുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. വർക്കിനിടയിൽ ഒരു ആശ്വാസം പോലെ. അങ്ങനെ അവൻ മാറി നിന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, ഹലോ, എന്താ ഹരീഷ് ഇത്ര തിരക്ക്, ഫോൺ എടുക്കാൻ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ജോലിയിലായിരുന്നല്ലോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ തിരക്കിലാണോ? തിരക്കിലൊന്നുമില്ല, ഞാൻ ജോലി ചെയ്യായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ അവനും പറയാണ് കേട്ടോ. അങ്ങനെ അവൾ കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ അവൻ കഴിച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ കഴിച്ചോന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. പിന്നെ ഹരീഷേ, നീ കഴിച്ചെന്നൊക്കെ എനിക്ക് അറിയാം, പിന്നെ കഴിച്ചെന്ന് ചോദിക്കേണ്ട, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. പിന്നെ ഹരീഷേ, ഞാൻ നിന്നോട് കഴിച്ചോന്ന് ചോദിച്ചില്ലേ, അതാണ് കെയർ, അതുപോലെ നീ എന്നോട് ചോദിക്കണം, അപ്പോഴേ തിരിച്ചും കെയർ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവൾ അവന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അയ്യോ എനിക്കിതൊന്നും അറിയില്ല. ഓക്കെ, ഇനി നീ എന്തെങ്കിലും പറ, എന്നോട് എന്തെങ്കിലും ചോദിക്കുക. അപ്പോഴും അവനൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ല, നീ എന്താ ഹരീഷ് എങ്ങനെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇനി രാത്രി എന്താ കഴിക്കുക? അപ്പോൾ അവൾ ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ചന്തു വന്ന് അവന് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഇറങ്ങി പോകാൻ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. തമാശ പറഞ്ഞും ചിരിച്ചും പ്രണയിച്ചും ഒക്കെ ഒരുപാട് നേരം അവർ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് വീണ്ടും സുധീഷിനെ തന്നെയാണ് കാണിക്കുന്നത്. അവൻ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കയ്യിൽ സ്വർണം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴവൻ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. മുന്നേ
രാജുവിനെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ അപ്പം അന്ന് രാജീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെറും ഒരാഴ്ച അതിനുള്ളിൽ നിധി നീയും പിരിഞ്ഞിരിക്കും, അവൾ എൻ്റെ വീട്ടിലിരിക്കും എന്നൊക്കെ വേറോട് കൂടെ പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ ഇന്ന് അവൻ ഈ ദൗത്യം ഏൽപ്പിക്കുന്ന സമയത്ത് രാജീവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ അവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അപകടം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ. എന്നിട്ട് അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈശ്വര എന്തെങ്കിലും അപകടം ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് എന്നെ കൊടുക്കാനാണോ അവരുടെ പ്ലാൻ, എന്തായാലും ചെട്ടിയാരെ വിളിച്ചു നോക്കാം, അത് കള്ളാണെന്ന് അറിയാലോ. അങ്ങനെ അവൻ ഫോൺ എടുത്തിട്ട് ചെട്ടിയാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് സത്യമായിരുന്നു കേട്ടോ. ചെട്ടിയാർ പറയുന്നുണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനൊരു സമാധാനമില്ലായിട്ട് അവൻ ആ ബാഗ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ എന്തായിരിക്കും കാരണം, ഇതെനിക്കുള്ള പണിയായിരിക്കുമോ, ഇതെവിടെയാണ് എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ എങ്ങനെ ഇതിനെതിരെ തിരിച്ചടിക്കും എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അവൻ അതിൻ്റെ പോസിറ്റിവിറ്റി ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അയാളുടെ മനസ്സെങ്ങാനും മാറിയോ, ഇനിയിപ്പം ഇങ്ങനൊരു വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ട് ഞാനത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നെ അംഗീകരിക്കാനായിരിക്കുമോ, എന്നെ ടെസ്റ്റ് ചെയ്യാനായിരിക്കുമോ. അങ്ങനെയാണെങ്കിൽ നിധി എനിക്ക് സ്വന്തമാവും, അവളും ഞാനും ഭാര്യയും ഭർത്താവായിട്ട് കഴിയും, അവളും എന്നെ അംഗീകരിക്കും. എനിക്ക് വയ്യ എന്നൊക്കെ വീണ്ടും അവൻ ചിന്തിച്ചുകൊണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവൻ രണ്ട് വശങ്ങളും ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ ഒരു കാറ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരാൾ വീണ് കിടന്നിട്ട് കൈക്ക് എന്തോ പറ്റിയിട്ട് ഇങ്ങനെ കൈ ഒഴിയുന്നുണ്ട് കേട്ടോ. അതിലമ്മ പെട്ടെന്ന് അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് കാറ് സൈഡാക്കിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് അവനെ പിടിക്കുന്നുണ്ട്. കൂടെ ഇയാൾ അവനെ പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ വേറൊരാളും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. അയാൾ വന്നിട്ട് ഇവൻ്റെ കാറ് തുറന്നിട്ട് അവിടുന്ന് ആ സ്വർണവും എല്ലാം ഉള്ള ഒരു ബാഗ് കയ്യിലെടുക്കുകയാണ്. അപ്പോഴേക്കും ഇവൻ ഇവിടെ കിടന്ന് അലറുന്നുണ്ട്, അത് എടുക്കല്ലേ, ആരാ നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ സ്വർണ്ണത്തിൻ്റെ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ അത് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവന് ഇവരോട് മല്ലിടാൻ കഴിയുന്നില്ല. അത്രയും പവറുള്ള 3 പേരായിരുന്നു. അങ്ങനെ ഒരാൾ സുധീഷിൻ്റെ കാർ കൊടുത്ത് ഈ സ്വർണ്ണവും കയ്യിലാക്കിയിട്ട് പോവാണ്. സുധീഷ് ആകെ പെട്ട അവസ്ഥയിൽ അയാളുടെ വയറ്റിൽ ഓടുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ബാക്കി 2 പേരും അവനെ പിടിച്ചിട്ട് കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അവനെ മുറുക്കെ പിടിക്കുന്നുണ്ട്. അവന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനെ മുറുക്കി പിടിച്ചിട്ട് കാറിന്ന് കൊണ്ടുപോവാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ നിധിക്ക് അച്ഛൻ മീനൊക്കെ കൊടുക്കുന്നുണ്ട്, നുള്ളി പിച്ചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് വേണ്ട ഞാൻ കഴിച്ചോളാം. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട മീൻ അമ്മ രാവിലെ പോയി മേടിച്ചു കൊണ്ടുവന്നതാ, പിന്നെ അതുമല്ല നിനക്ക് ചെറുപ്പം തൊട്ടേ മീൻ കഴിക്കാൻ അറിയില്ലല്ലോ, ഈ മുള്ള എപ്പോഴും കൊടുങ്ങും, അപ്പോൾ ഞാനല്ലേ നിനക്ക് പിച്ചിട്ട് തരാറ് എന്നൊക്കെ പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ തൊണ്ടയിൽ മുള്ളു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാജീവ് അവളോട് ഫുഡ് ഒന്നും കൂടെ കഴിക്കാൻ പറയുന്നുണ്ട്, അതായത് പച്ച ചോറ് കഴിക്കാൻ പറയുന്നുണ്ട്. അതിറങ്ങി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് രാജീവ് കണ്ണുടയ്ക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി കണ്ണൊക്കെ നിറയുന്നത്. അപ്പോൾ അച്ഛൻ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് മോളെ അച്ഛൻ എപ്പോഴും വിഷമമാണ്, നീ എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ കാര്യം ഓർത്തിട്ട് അച്ഛൻ്റെ കൂടെ വരുന്നില്ല എന്നുള്ളത്, അതുകൊണ്ട് അച്ഛന് വിഷമമാണ്. ഇനിയിപ്പോൾ ആ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും അച്ഛന് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ആ കാര്യം മറക്കണ രീതിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, എപ്പോഴും അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഓരോന്ന് ഓർത്തിരിക്കുന്നൊക്കെ പറയുമ്പോൾ നിധി ആകെ വല്ലാതെ ആവാൻ കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമൊക്കെ തോന്നിയിട്ട് സങ്കടം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ അഭിനയത്തിൽ അവൾ വീണു പോവാണ് കേട്ടോ. എന്താണ് പുറമെ നടക്കുന്നത്, ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്നും ചിന്തിക്കാനോ ഒന്നും അവൾക്ക് പറ്റുന്നില്ല. കാരണം അത്ര ഇവർ സ്നേഹത്തിലൂടെ അവളെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ രാജീവ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോളെ, എൻ്റെ കൂടെ നീ വരുന്നില്ല എന്ന് പറഞ്ഞില്ല, അന്ന് തൊട്ട് എനിക്ക് എന്നും ടെൻഷനാണ്, ഞാൻ എങ്ങനെ നിന്നെ നോക്കി നിനക്കറിയാലോ, പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, നീ എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിധി പൊട്ടിക്കറിയാണ് കേട്ടോ. ഇല്ല അച്ഛ സോറി, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവളും തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സാന്ദ്ര ചിന്തിക്കുന്നുണ്ട് ഇതാണിപ്പോൾ കിട്ടിയ അവസരം, അവൾക്ക് സത്യച്ഛനോട് തുറന്നു പറയാലോ. അങ്ങനെ സാന്ദ്ര നിധീനെ നോക്കിയിട്ട് സത്യം പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഇത് പറയാനായിട്ട് വരുന്ന സമയത്ത് അരുണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരുൺ കോൾ എടുക്കുമ്പോൾ അയ്യോ എന്ത് പറ്റി, ഇപ്പം എത്തും, നിങ്ങൾ ടെൻഷൻ ആവല്ലേ, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, ഞാൻ എന്തായാലും വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും പാനിക് ആവുന്നുണ്ട്. നിധി കൂടുതലായിട്ട് പാനിക് ആവുന്നുണ്ട്, കാരണം സുധീഷിനെ പറ്റിയുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവരോട് തിരിച്ച് വന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, നീ എത്ര വല്ലാതിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അച്ഛാ പ്രശ്നം കുറച്ച് ഗുരുതരമാണ്, കാരണം ചെട്ടിയാരാണ് വിളിച്ചത്, ഇതുവരെ സുധീഷ് സ്വർണ്ണവും പണമായിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ നിധി വല്ലാതെ ഷോക്കാവുന്നുണ്ട് കേട്ടോ, അവൾക്ക് പേടിയാവുന്നുണ്ട്. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം സുധീഷിനെ അവർ ട്രാപ്പിലാക്കിയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.